ഗായ്സ്, അപ്പോൾ ഇന്ന് ഒരു വലിയ പണി കിട്ടിയ ഒരു ദിവസമാണ് കേട്ടോ. അപ്പോൾ എൻ്റെ ഫാമിലി മുഴുവനും ഹോസ്പിറ്റലിലായ ഒരു ദിവസമാണ് കേട്ടോ. നമ്മൾ ഒട്ടും പ്രതീക്ഷിക്കാതെയാണ് ഇതുപോലെ തന്നെ ഒരു അസുഖം എല്ലാവർക്കും വന്നത്. 2 ദിവസം മുഴുവനും നമ്മുടെ ഫാമിലി മുഴുവനും ഇതുപോലെ തന്നെ ആശുപത്രിയിലായിരുന്നു. ഈ കാണിക്കുന്നത് ഏകദേശം ഒരു രാത്രിയിലെ ടൈമാണ്. സംഭവം വൈറൽ ഫീവറാണ് കേട്ടോ. അപ്പോൾ ഒരാൾക്ക് വന്നതോടെ ബാക്കിയുള്ളവർക്കെല്ലാം തുടർച്ചയായിട്ട് വന്നുകൊണ്ടിരുന്നു. ഫസ്റ്റ് തന്നെ എൻ്റെ കുഞ്ഞനിയത്തിമാർക്കൊക്കെ അസുഖങ്ങൾ വന്നു തുടങ്ങി. പിന്നെ ഉണ്ണിക്കുട്ടനും മാമിക്കും അങ്ങനെ ഓരോരുത്തരായിട്ട് വന്നു തുടങ്ങി കേട്ടോ. എനിക്കിപ്പോഴൊക്കെ ഒരു പ്രശ്നവും ഇല്ലായിരുന്നു. ഫസ്റ്റ് എല്ലാവരും അഡ്മിറ്റ് ആയത് ഒരു ഗവൺമെൻറ് ഹോസ്പിറ്റലിലാണ്. അപ്പോൾ വെളുപ്പിലെ 2 മണിയോടെയാണ് നമ്മൾ വീട്ടിലെത്തിയത്. പക്ഷേ പിറ്റേ ദിവസം മുതൽ നമുക്കും പണി കിട്ടാൻ തുടങ്ങി. പിന്നെ നമുക്ക് ഇതുപോലെ തന്നെ ബെഡിൽ നിന്ന് എഴുക്കാൻ വയ്യാത്തൊരവസ്ഥയിലോട്ട് മാറി. പിന്നെ ഒരു പ്രൈവറ്റ് ഹോസ്പിറ്റലിലോട്ട് മാറി കേട്ടോ. എനിക്കും അമ്മാമ്മയ്ക്കും എൻ്റെ അനിയത്തിമാർക്കൊക്കെ വൊമിറ്റിംഗ് ആയിരുന്നു പ്രശ്നം കേട്ടോ. അങ്ങനെ അവിടെ നിന്ന് നല്ലൊരു ട്രീറ്റ്മെൻറ്റൊക്കെ കിട്ടി. അവിടെ ഇങ്ങനെ ട്രിപ്പ് ഇടലും മെഡിസിൻസൊക്കെ ആയിട്ട് നമ്മൾ കുറച്ച് നേരമൊക്കെ അവിടെ ഇരുന്നു. അപ്പോൾ നമുക്ക് ഇച്ചിരി വെള്ളം കുടിക്കാൻ പോലും പറ്റാത്തൊരവസ്ഥയാണ്. അപ്പോഴത്തേക്കും ഒരു വൊമിറ്റിംഗ് ടെൻഡൻസി തോന്നും. അപ്പോൾ നമുക്ക് ഇൻജക്ഷനൊക്കെ എടുത്തതിന് ശേഷം നമുക്ക് വായ്ക്കകത്ത് ഇങ്ങനെ ഒഴിച്ച് കുടിക്കാനായിട്ടുള്ള മെഡിസിൻ ഡോക്ടർ തന്നിട്ടുണ്ടായിരുന്നു. അപ്പോൾ അതും കുടിച്ചു. അപ്പോൾ എൻ്റെ അച്ഛനും മാമനും ഒക്കെയാണ് ഇപ്പോൾ ഹെൽപ്പിന് വേണ്ടി നിന്നത്. അപ്പോൾ കുറച്ച് കഴിഞ്ഞിട്ട് നമ്മളെ രണ്ടുപേരെ സെപ്പറേറ്റ് ബെഡിലാക്കി. അപ്പോൾ എൻ്റെ അനിയത്തിക്ക് ട്രിപ്പ് കഴിയാൻ പോണതേ ഉള്ളൂ, എനിക്കിപ്പോൾ ഇടാൻ പോണതേ ഉള്ളൂ കേട്ടോ. അങ്ങനെ എന്നെ ട്രിപ്പ് ഇട്ടു. അത് കഴിഞ്ഞിട്ട് അമ്മാമ്മയ്ക്ക് ഇതുപോലെ ട്രിപ്പ് ഇട്ടിരിക്കുവാണ്. അപ്പോൾ ഈ ഒരു മരുന്ന് ശരീരത്തിനകത്തോട്ട് കയറും തോറും ഭയങ്കര ഒരു വേദനയൊക്കെ ആയിരുന്നു. അപ്പോൾ അമ്മ പതുക്കെ തടവി കൊടുക്കുന്നുണ്ട് കേട്ടോ. ഇനി അടുത്ത് നമുക്ക് മാളുവിൻ്റെ കാര്യത്തിലോട്ട് പോകാം. മാളുവിൻ്റെ അവിടെ ട്രിപ്പിൽ അവർ മഞ്ഞ കളർ മെഡിസിൻ എന്തോ ഒഴിച്ചിട്ടുണ്ടായിരുന്നു. നമുക്ക് ഈ ഒരു ആശുപത്രിയിൽ വന്നപ്പോൾ തന്നെ നടക്കാൻ പറ്റാത്ത ഒരു അവസ്ഥയിലായിരുന്നു. ഭയങ്കര ക്ഷീണവും കാര്യങ്ങളൊക്കെ ആയിരുന്നു. അപ്പോൾ എൻ്റെ അടുത്ത് ഡോക്ടർ പറഞ്ഞിട്ടുണ്ടായിരുന്നു ഒരു 5 മിനിറ്റൊക്കെ കഴിഞ്ഞതിന് ശേഷം കട്ടൻ ചായ വാങ്ങിച്ച് കുടിക്കണം, വൊമിറ്റിംഗ് ഉണ്ടോ എന്ന് നോക്കാൻ വേണ്ടിയിട്ടാണ്. അപ്പോൾ ആദ്യം തന്നെ എനിക്ക് കുടിച്ചപ്പോൾ എനിക്ക് കുടിക്കണമെന്നൊക്കെ തോന്നിയിട്ടില്ലായിരുന്നു. പിന്നെ ഞാൻ അധികമായിട്ടൊന്നും വൊമിറ്റ് ചെയ്തില്ല, വലിയ കുഴപ്പങ്ങളൊന്നും ഇല്ലായിരുന്നു. പിന്നെ കയ്യിൽ ഇച്ചിരി വേദനയൊക്കെ ഉണ്ട്. അപ്പോൾ വൊമിറ്റിംഗ് ഒക്കെ ആയതുകൊണ്ട് വെയിൻ കിട്ടാൻ ഭയങ്കര പാടൊക്കെ ആയിരുന്നു. അപ്പോൾ വലത്തെ കയ്യിൽ ഇതുപോലെ ഇൻജക്ഷനൊക്കെ എടുത്തപ്പോൾ ബഡ്ജ് ചെയ്ത് നിൽക്കുന്നുണ്ടായിരുന്നു. പിന്നെ ഇടത്തെ കയ്യിലാണ് അവർ ഇഞ്ചക്ഷനും ട്രിപ്പും ഒക്കെ തന്നത് കേട്ടോ. പിന്നെ അടുത്ത പേഷ്യൻ്റൊക്കെ വന്നപ്പോഴത്തേക്കും നമ്മൾ വീണ്ടും ഒരു ബെഡിലോട്ട് മാറി. അപ്പോൾ അടുത്ത പേഷ്യൻ്റ് വന്നപ്പോഴത്തേക്കും നമ്മൾ വീണ്ടും ഒരു ബെഡിൽ മാറിയിട്ടുണ്ട്. അപ്പോൾ അടുത്ത് പിന്നെ ഈ ഡോക്ടർ എൻ്റെ അടുത്ത് പറഞ്ഞിട്ടുണ്ടായിരുന്നു ഈ ഒരു കട്ടൻ ചായയുടെ കൂടെ വെറും വയറോടെ കട്ടൻ ചായ കുടിക്കേണ്ട എന്തെങ്കിലും കഴിക്കണമെന്ന്. അതുകൊണ്ട് തന്നെ അച്ഛൻ കടയൊക്കെ പോയിട്ട് വന്നപ്പോഴത്തേക്കും വടയൊക്കെ വാങ്ങിച്ചുകൊണ്ട് വന്നു. അതും കഴിച്ചു നോക്കി. പിന്നെ വേറെ ഒന്നും വലുതായിട്ടൊന്നും തോന്നിയില്ല. പിന്നെ നമ്മൾ ട്രിപ്പൊക്കെ കഴിഞ്ഞ് നമ്മൾ പിന്നെ അവിടെ നിന്ന് ഇറങ്ങി. അപ്പോൾ മെഡിസിനൊക്കെ വാങ്ങാനുണ്ടായിരുന്നു, അതൊക്കെ വാങ്ങിച്ച് കഴിഞ്ഞു കേട്ടോ. അമ്മയുടെ കയ്യിലിരിക്കുന്ന അത്രയും നമുക്ക് കഴിക്കാനുള്ള മെഡിസിനാണ്. എൻ്റെ കൈ കണ്ടോ, അപ്പോൾ എല്ലാം ആ ഒരു സിറിഞ്ചൊക്കെ വലിച്ച് ഊരിയിട്ട് ഇതുപോലെ സ്റ്റിക്കറൊക്കെ ഒട്ടിച്ച് വിട്ടിട്ടുണ്ട്. അപ്പോൾ നല്ല വേദന ഉണ്ട് കൈയിൻ്റെ ചുറ്റിലുമൊക്കെ. അപ്പോൾ നമ്മൾ വന്നതിനെക്കാട്ടിലും നല്ല ഒരു മെച്ചമുണ്ട് ഇപ്പോഴും. നമ്മൾ വന്നപ്പോഴത്തേക്ക് നല്ല ബോഡി പെയിനും കാര്യങ്ങളൊക്കെ ഉണ്ടായിരുന്നു. അപ്പോൾ നമ്മൾ നല്ല സുഖമാണിപ്പം, വേറെ ആരോഗ്യ പ്രശ്നങ്ങളൊന്നുമില്ല. അങ്ങനെ തിരിച്ച് നമ്മൾ വീട്ടിലോട്ട് യാത്ര പോവുകയാണ് കേട്ടോ. ഇതൊരു കണ്ടൻറ് ആക്കണമെന്ന് ഞാൻ വിചാരിച്ചതല്ല. ഇപ്പോൾ ഈ ഒരു വൈറൽ ഫീവർ വന്നു കഴിഞ്ഞാൽ നമ്മളുടെ ബോഡി ഫുള്ളും നല്ല പെയിനൊക്കെ ആയിരിക്കും. അപ്പോൾ ഈ ഒരു കാര്യങ്ങളൊക്കെ അറിയിക്കാൻ വേണ്ടിയാണ് നിങ്ങൾക്കും കൂടെ ഷെയർ ചെയ്തത്. അപ്പോൾ ഇത്രയേ ഉള്ളൂ ഇന്നത്തെ ഈ ഒരു കുഞ്ഞു വീഡിയോ. അപ്പോൾ എല്ലാവർക്കും ഇഷ്ടപ്പെട്ടെന്ന് വിചാരിക്കുന്നു. താങ്ക് യു ഫോർ വാച്ചിങ്.